ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ടേബിള് എങ്ങനെയാണ് വേഡിൽ ഇൻസേർട്ട് ചെയ്തതെന്ന് നോക്കി. ഇന്ന് നമുക്ക് ഇൻസേർട്ട് ടേബിൾ എടുത്തിട്ട് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ റോയും കോളം സെലക്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് ഇൻസേർട്ട് ടേബിൾ എടുക്കാം. എന്നിട്ട് നമ്പർ ഓഫ് കോളംസ് എത്രയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്പർ ഓഫ് റോസ് എത്രയാണ് വേണ്ടതെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമുക്ക് ഓട്ടോ ഫിറ്റ് ബിഹേവിയർ കൊടുത്തിട്ടുണ്ട്. അതിലേതാ വേണ്ടതെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫിക്സഡ് കോളം വിഡ്ത്ത് ഓട്ടോ എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര സെന്റിമീറ്റർ ആണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഓട്ടോ ഫിറ്റ് കണ്ടന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓട്ടോ ഫിറ്റ് വിൻഡോ ആണെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോൾ ഓട്ടോ ഫിറ്റ് കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് കോളംസ് 3ഉം നമ്പർ ഓഫ് റോസ് 4ഉം കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു 3x4 ടേബിള് വന്നിട്ടുണ്ട്. ടേബിളിലേക്ക് നമുക്ക് ഡാറ്റാസ് കഴിഞ്ഞ ദിവസം കൊടുത്തതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടാബ് കൊടുത്തിട്ട് നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡാറ്റാസ് ടാബ് കൊടുത്തിട്ട് കൊടുക്കാം. എൻ്റർ നമ്മൾ പ്രസ് ചെയ്യരുത്. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റോയുടെ ഹൈറ്റ് ആണ് വേരിയേഷൻ വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സ്പേസ് കൊടുത്തിട്ട് നമുക്ക് റോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ടാബ് തന്നെ നമ്മൾ കൊടുക്കാം. ഇനി നമുക്ക് ഇൻസേർട്ടിൽ തന്നെ പോയിട്ട് ടേബിള് വേറെ രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡ്രോ ടേബിൾ എടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ടേബിള് നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ടേബിള് നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ടേബിളിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം തന്നെയായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഡ്രോ ടേബിള് ഡിലീറ്റ് ചെയ്ത് ഡ്രോ ടേബിളിന്റെ പെൻസിലിനെ നമുക്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കളയാനായിട്ട് പറ്റും. ഇറേസ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലൈൻ ഇറേസ് ചെയ്യണമെങ്കിൽ ഇറേസർ എടുത്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ടേബിൾ മൊത്തമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇറേസർ എടുത്തോട്ട് നമുക്ക് ടേബിളിന്റെ മുകളിൽ കൂടെ വരച്ചാൽ മതി. ഇൻസേർട്ടിൽ പോയിട്ട് നമ്മൾ ഡ്രോ ടേബിൾ എടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻസിൽ പോയിക്കോളും. ഇനി നമുക്ക് ടേബിളിൽ കഴ്സർ നിർത്തി കഴിഞ്ഞാൽ ടേബിളിന്റെ ടൂൾസ് ആക്റ്റീവായിട്ട് വരും. ടേബിൾ ടൂൾസ് വരും. ടേബിളിന്റെ ടൂൾസിൽ നമ്മൾ ഡിസൈനില് കഴിഞ്ഞ ദിവസം നമ്മൾ ടേബിൾ സ്റ്റൈൽസ് കൊടുക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ടേബിളിന്റെ ഉള്ളിലേക്ക് ഒരു സെല്ലിൽ കളർ കൊടുക്കണമെങ്കിൽ ഷെയ്ഡിങ് കളർ എടുത്തുകൊണ്ട് കൊടുക്കാം. പല ടൈപ്പ് കളേഴ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ബോർഡർ നമുക്ക് വേണമെങ്കിൽ ബോർഡർ ഓഫ് ആക്കണമെങ്കിൽ ടോപ്പ് ബോർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ബോർഡർ ഓഫ് ആക്കാനായിട്ട് പറ്റും. അതിലേത് ബോർഡറിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ബോർഡർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇനി നമുക്ക് തിക്നെസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ പല ടൈപ്പ് ലൈനിന്റെ സ്റ്റൈൽസ് ഉണ്ട്. അതെടുത്ത് വെക്കുക. അപ്പൊ ഞാൻ ഡബിൾ ലൈൻ എടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡബിൾ ലൈൻ വന്നോളും. ഇനി സിംഗിൾ ലൈൻ ആണ് ഡാഷ് ലൈൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ലൈൻ കളർ സെറ്റ് ചെയ്യണമെങ്കിൽ പെന്നിന്റെ കളർ എടുക്കാം. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ലൈൻ കളർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലൈനിന്റെ വിഡ്ത്ത് അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ലേഔട്ടില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോ ഇൻസേർട്ട് ചെയ്യാനും കോളം ഇൻസേർട്ട് ചെയ്യാനും
അതുപോലെ തന്നെ സെല്ല് മെർജ് ചെയ്യാനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പെൻസിൽ ഓഫ് ആക്കാനായിട്ട് ഡിസൈനിൽ പോയിട്ട് പെൻസിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഡ്രോ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻസിൽ ഓഫ് ആയിട്ടുണ്ടാവും. ലേഔട്ടിൽ പോവുക, എന്നിട്ട് നമുക്ക് മെർജ് ചെയ്യണമെങ്കിൽ ഒരു റോ മുകളിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ റോ സെലക്ട് ചെയ്തിട്ട് മെർജ് സെൽസ് കൊടുക്കാം. അപ്പോൾ റോ മെർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് സെൽസ് എടുത്തിട്ട് നമ്പർ ഓഫ് കോളംസ് എത്രയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. റോസ് വേണമെങ്കിൽ റോസും കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ സെല്ല് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ കൊടുത്ത പോലെ 3 കോളവും 2 റോയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. ഇത്രയാണ് നമുക്ക് ടേബിളിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ടേബിൾ ടൂൾസിലെ ഡിസൈനും ലേഔട്ടും. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് ഒരു ഇൻസേർട്ടിൽ ഒരു പിക്ചർ എങ്ങനെയാണ് നമ്മുടെ വേർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം.